ചിലപ്പോൾ ചില പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നല്ലൊരു സോങ് കേട്ടാൽ ഹാപ്പി ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും നല്ല ഫുഡ് കഴിച്ചാൽ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ആ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എൻ്റെ ഹാപ്പിനെസ്. ഇപ്പം മൈൻഡ് തുറന്ന് സംസാരിച്ചാൽ മതിയായിരിക്കും. ഇപ്പോൾ ഡിപ്രഷൻ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും. സ്വയം കണ്ടുപിടിക്കുക എന്താണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് കണ്ടുപിടിക്കുക. നമുക്കിഷ്ടമുള്ള ആളായിട്ട് സന്തോഷമായിട്ടിരിക്കുക, പിന്നെ നല്ല പ്രവർത്തികൾ ചെയ്യുക, പിന്നെ എല്ലാവരുമായിട്ട് സന്തോഷം സമാധാനമായിട്ട് സ്നേഹത്തോടെ ഇരിക്കുക. പേരെന്ന് പറയാമോ? ഹർഷ. ഓക്കെ, നമ്മള് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് മേക്സ് യു ഹാപ്പിനെസ്? നിങ്ങൾ ഹാപ്പി ആയിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, സന്തോഷമായിരിക്കും. അത് മാത്രം മതിയോ? പറഞ്ഞോ, നിങ്ങൾക്ക് തോന്നുന്നതിനെ പറഞ്ഞു. മൂഡിനനുസരിച്ചിരിക്കും. ചില പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നല്ലൊരു സോങ് കേട്ടാൽ ഹാപ്പി ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും നല്ല ഫുഡ് കഴിച്ചാൽ ഹാപ്പി ആയിരിക്കും. അപ്പൊ ആ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എൻ്റെ ഹാപ്പിനെസ്. അത് ഓക്കെ, അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ആ മൂഡിനനുസരിച്ച് എന്തെങ്കിലും ഒരു സോങ് കേൾക്കുന്നെങ്കിൽ ചിലപ്പം ഡൈവേർട്ടായി, ചിലപ്പോൾ അങ്ങനെയും പോകാൻ ചാൻസ്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അറിയാമല്ലോ, കൂടുതൽ ഇപ്പം ലൈക്ക് ഇപ്പം എന്താ പറയാ, ഡിപ്രഷനും മറ്റേ സാഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ എല്ലായിടത്തും നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ആ ഒരു ജനറേഷന് നിങ്ങളായിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്ന നിർദ്ദേശം, അല്ലെങ്കിൽ എന്ത് കാര്യമായിരിക്കും ഇത് ചെയ്താൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, സോ ഇത് ചെയ്യൂ എന്ന് എന്ത് നിർദ്ദേശമായിരിക്കും വയ്ക്കാൻ പറ്റുക? മേ ബി മൈൻഡ് തുറന്ന് സംസാരിച്ചാൽ മതിയായിരിക്കും. ഇപ്പോൾ ഡിപ്രഷൻ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടാ. ഇപ്പോൾ എനിക്ക് ഇവളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായിരുന്നു, മേ ബി അവൾ അങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞായിരിക്കില്ല, പക്ഷെ അത് ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ സോൾവ് ആയി ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. മാക്സിമം നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചാൽ മതി. ഓക്കെ, മീൻസ് മനസ്സിലുള്ളത് തുറന്നു പറയാം. ആരോടാണെങ്കിലും അത് അവര് എന്ത് വിചാരിക്കുന്നത് നമ്മള് വിചാരിക്കരുത്. പ്രീ ജഡ്ജ്മെന്റ് ഇല്ലാതെ ഓപ്പൺ ആയിട്ട് തുറന്നു പറയാം. ഇനിയിപ്പോ അത് അവിടെ എന്റെ ആവേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ, എന്റെ ആവുന്ന അതല്ലേ പറ്റും. നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ്. നമ്മൾ നമ്മളെ തന്നെ ലൈക്ക് ഫസ്റ്റ് പ്രയോറിറ്റി വെക്കണം, മറ്റുള്ളവരുടെ ചിന്തയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കരുത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മളായിട്ട് കൊടുക്കുക, അവരുടെ കാര്യമായിട്ട് ചിന്തിക്കാതിരിക്കുക എന്ന് വേണം നിങ്ങൾ. അതായത് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിക്കല്ല, ലൈക്ക് അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ചീറ്റ് ചെയ്യരുത്. ദെൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഡേ ടു ഡേ ലൈഫില് ഹാപ്പി ആയിരിക്കാൻ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ സോങ് കേൾക്കാറുണ്ട്, ചില പല കാര്യങ്ങളിൽ എൻഗേജ് ആവാറുണ്ട്. സോ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ മുന്നിൽ നിർദ്ദേശിക്കുന്നത്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും എന്ന് പറയുന്നത്? ട്രാവൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫ്രണ്ട്സിന്റെ കൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെമ്മറീസ് നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോ ഇപ്പൊ ഡിപ്രസ്ഡ് ഒക്കെ അല്ലെങ്കിൽ സാഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് ടൈമില് അന്നത്തെ മെമ്മറീസ് നമ്മൾ അങ്ങനെ പോയില്ലേ എന്നൊക്കെ ആലോചിക്കുമ്പോ ലൈക്ക് ഒരു ചെറിയ സന്തോഷം നമുക്ക് വരും. പിന്നെ ഫുഡ് കഴിച്ചാൽ മതി. പുതിയ ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് എങ്ങനെയാണ്. അത് സോങ്സിന്റെ കാര്യം എനിക്കറിയില്ല, മിക്കവാറും ആൾക്കാരൊക്കെ സോങ്സ് കേട്ടാൽ മൂടൊന്ന് ലിസ്റ്റ് ആവും. പക്ഷെ ഫുഡ് കഴിക്കുക, ട്രാവൽ ചെയ്യുക, പിന്നെ സംസാരിക്കുക, ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, എപ്പോഴും നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സിന് തന്നെ പ്രയോറിറ്റി കൊടുക്കുക. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്തോണ്ടുള്ള ഹാപ്പിനെസ് ആവരുത്, പക്ഷെ നമ്മൾ ഒരിക്കലും ചീറ്റ് ചെയ്യും. നിവേദ്യ. നമുക്കിഷ്ടമുള്ള ആളായിട്ട് സന്തോഷമായിട്ടിരിക്കുക, പിന്നെ നല്ല പ്രവർത്തികൾ ചെയ്യുക, പിന്നെ എല്ലാവരുമായിട്ട് സന്തോഷം സമാധാനമായിട്ട് സ്നേഹത്തോടെ ഇരിക്കുക. ഇപ്പോഴത്തെ ജനറേഷനിൽ കുറച്ച് കൂടുതൽ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പൊ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. സോ അവർക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഹാപ്പി ആയിരിക്കാം എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ വയ്ക്കാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദേശമായിട്ട്? ഞാനും അങ്ങനെ ഓരോ ശോകമായിരിക്കും, പിറ്റേ ദിവസം ഹാപ്പി ആയിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തേക്കുള്ള ഒരു സിസ്റ്റത്തിന്റെ കാരണം നമുക്ക് പല ടെൻഷൻസ് ഉണ്ട്, പഠിത്തം, ജോലി, അതുകൊണ്ടൊക്കെ നമ്മള് എക്സ്പെക്ടേഷൻസ് ഒഴിവാക്കണം ലൈഫില്. നമ്മള് ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ നോക്കുക. നമുക്കിപ്പോ ഈ ഓവർ തിങ്കിങ് ഒക്കെ വരുന്ന നമ്മള് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓവർ തിങ്ക് വരുന്നത്. പിന്നെ നമ്മള് ഓവറായിട്ട് ഇപ്പൊ ഒരാളിലാണെങ്കിലും ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവുമ്പോ നമുക്ക് ഭയങ്കര വിഷമം വരും. എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, അതാണ് മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇപ്പം
ഈ ഹാപ്പിനെസ് ആയിരിക്കുന്ന എന്ന് പറഞ്ഞ ഇപ്പൊ ഡെയിലി നിങ്ങൾ ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ, എന്ത് ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ചെയ്യുക? എന്ത് വേണമെങ്കിലും. സമാധാനമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കും. ഹാപ്പി ആയില്ലെങ്കിലും സമാധാനമായിട്ട് എല്ലാമൊക്കെ ചെയ്തിരിക്കാൻ തോന്നും. പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. സന്തോഷം അല്ല സമാധാനം ഉണ്ടാക്കാത്ത വല്ല കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോവാതിരിക്കാൻ ശ്രമിക്കും മാക്സിമം. ഓക്കെ, അപ്പം സാഡൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത്? സാഡായിട്ട് തന്നെ ഇരിക്കും. കരയണമെങ്കിൽ കരഞ്ഞു തീർക്കാം, അത്രയുള്ളൂ. അല്ലാതെ അത് ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ട ആവശ്യം. നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയാം, ഷെയർ ചെയ്യാം, അതും ഹെൽപ്പായി. നിങ്ങളോ? ഞാൻ പ്രാർത്ഥിക്കും, ആഹാ. പിന്നെ ഞാൻ സ്പോർട്സ് ചെയ്യും, പിന്നെ മെഡിറ്റേഷൻ ചെയ്യും. നമുക്ക് ചില സമയത്ത് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇമോഷൻസ്. അപ്പം ഞാൻ ഡെയിലി രാവിലെയും വൈകിട്ട് ഞാൻ സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യും, പിന്നെ മെഡിറ്റേഷൻ ചെയ്യും, പിന്നെ നമുക്ക് അത്യാവശ്യം യോഗ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓക്കെ ആവും. എന്നാലും നമുക്ക് പലതരത്തിലുള്ള മൂഡ് സ്വിങ്സ് ലൈഫിൽ ഉണ്ടാകും. പിന്നെ മാക്സിമം നമ്മള് അത് ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പയ്യെ പയ്യെ മാറ്റിയെടുക്കാൻ പറ്റും. ജീബ എന്നാണ്. ഇത് ജിബി. സിസ്റ്റേഴ്സ് ആണ്? അല്ല, ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനാണ് ഇവിടെ വന്നത്. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോഴാണ് കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഇപ്പം ഇവള് PG ചെയ്യാണ്, ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പം രണ്ടും രണ്ട് സ്ട്രീംസ് ആണ്. അപ്പം ഇത്രയും ദിവസത്തെ സ്ട്രെസ് കളയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഫ്രണ്ടായിട്ട് കൂടി. ഇതിപ്പം ഞങ്ങള് 3-4 years ആയിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പാണ്. അതെ. പിന്നെ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഡെയിലി ലൈക്ക് ഇപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മനസ്സിലൊരു തൃപ്തി എന്നുള്ള ഒരു കാര്യങ്ങൾ അത് കാണുമല്ലോ. ഓക്കെ, ഐ ആം സാറ്റിസ്ഫൈഡ് ടു ഡൂയിങ് ദാറ്റ് എന്നൊക്കെ പറയില്ല. അതുപോലെ എന്തായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ തൃപ്തി ആയിരിക്കുന്ന ഒരു ഹാപ്പി ആയിരിക്കാൻ വേണ്ടിട്ട്? ഹാപ്പി ആയിരിക്കാൻ എന്താണ്, നമ്മള് അന്നത്തെ ദിവസം എന്താണോ നടന്നേ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നല്ലത് ചെയ്യാൻ പറ്റിയെന്നൊക്കെ ആലോചിക്കും. എന്തെങ്കിലും ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം അത് കവർ ചെയ്യാൻ നോക്കും. ഓക്കെ, ഇപ്പം ഡെയിലി ഇപ്പം ഓരോരുത്തർ ഓരോ പ്രശ്നങ്ങളാണല്ലോ നമ്മൾ നേരിടുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ അത് ഇതാക്കി പോകണമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം ഇപ്പോഴത്തെ ഉള്ള ഒരു ജനറേഷനിൽ നിങ്ങൾക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? അല്ലെങ്കിൽ ഇപ്പം ഹാപ്പി ആയി എപ്പോഴും ഇരിക്കാം എന്ന് ഉദ്ദേശിക്കുന്ന എന്ത് ഒരു ഉപദേശമായിരിക്കും, അല്ലെങ്കിൽ എന്തൊരു നിർദ്ദേശം വെക്കാൻ കഴിയും? ഹാപ്പി ആയിട്ടിരിക്കാൻ ഇപ്പം ഞാൻ പറയുന്നതായിരിക്കില്ല വേറൊരാൾക്ക് തോന്നുന്നത്. നമ്മളിപ്പം സ്വയം കണ്ടുപിടിക്കുക എന്താണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് കണ്ടുപിടിക്കുക. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. വെൽക്കം. വൈബൻസ് ചാനൽ എന്നാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ഓക്കെ, ഒരുമിച്ച് പറഞ്ഞു. വൈബൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വൈബൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. വൈബൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. എല്ലാവരും വൈബൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.